നമ്മുടെ ഒക്കെയും സഹോദരനായിരുന്നു അർജുൻ, അല്ലേ? ഷിരൂർ ദുരന്തത്തിന് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 2 ആണ്ടാവുകയാണ്. ഗംഗാവലി പുഴയോരത്ത് പ്രിയപ്പെട്ട അർജുനെ എത്ര നാളാണ് നമ്മൾ കാത്തിരുന്നത്? 2024 ജൂലൈ 16 ഉത്തര കന്നഡയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുനനെ നമുക്ക് നഷ്ടമായത്. പുഴയോരത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കിനോടൊപ്പം അർജുനെയും കൊണ്ടാണ് കുത്തിയൊലിച്ചെത്തിയ മണ്ണും വെള്ളവും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ചത്. പുഴയുടെ കനത്ത ഒഴുക്ക്, പ്രതികൂലമായ കാലാവസ്ഥ, രക്ഷാദൗത്യം ഇഴഞ്ഞപ്പോൾ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഇടപെടലാണ് അധികാരികളെ ഉണർത്തിയത്. പിന്നീട് കനത്ത മഴ, പ്രതികൂല കാലാവസ്ഥ ഇതൊന്നും വകവയ്ക്കാതെ അതിവേഗമുള്ള തിരച്ചിലായിരുന്നു. ഇടയ്ക്ക് തിരച്ചിലിഴഞ്ഞപ്പോഴെല്ലാം റിപ്പോർട്ടർ ആ വാർത്ത പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവന്നു അധികാരികളെ ഓർമ്മിപ്പിച്ചു. അവിടെ ഞങ്ങളുടെ സഹോദരനുണ്ട് എന്ന് അധികാരികളോട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. 72 ദിവസം ഗംഗാവലി പുഴയോരത്ത് അർജുൻ്റെ കുടുംബത്തോടൊപ്പം കണ്ണിമ ചിമ്മാതെ നമ്മൾ കാത്തിരുന്നു. ഒടുവിൽ ഡ്രഡ്ജർ അടക്കം എത്തിച്ചു നടത്തിയ തെരച്ചിലിലാണ് അർജുനെ കണ്ടെത്തിയത്. സെപ്റ്റംബർ 25 ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുൻ്റെ മൃതദേഹാവശിഷ്ടവും ട്രക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ഉയർത്തിയെടുത്തത്. ഒരു മനുഷ്യജീവന് വേണ്ടി ഒരു സംസ്ഥാനം ഒന്നാകെ, ഒരു മനുഷ്യ സമൂഹം ഒന്നാകെ കാത്തിരുന്ന അപൂർവ രക്ഷാദൗത്യം കൂടിയാണ് ഷിരൂരിൽ കണ്ടത്. അങ്ങകലെയുള്ള ഷിരൂരും കേരളവും തമ്മിലുള്ള അകലം കുറച്ചത് അർജുൻ എന്ന പ്രിയപ്പെട്ടവനായിരുന്നു. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെ വൈകാരികമായ നിമിഷം കൂടിയായിരുന്നു. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ ഷിരൂർ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് ഒരുപാട് അമ്മമാർ വഴിയിൽ വെച്ച് കാണുമ്പോഴെല്ലാം നമ്മുടെ അർജുനെ കിട്ടിയോ എന്ന് ചോദിക്കും, മോനെ കിട്ടിയോ എന്ന് ചോദിക്കും. എല്ലാവരുടെയും മോനായി അർജുൻ മാറുകയാണ്. അർജുൻ്റെ അമ്മയുമായും നമുക്ക് അങ്ങനെ ഒരു സ്നേഹബന്ധം ഫോൺ വിളികളിലൂടെ ഉണ്ടാവുന്നു. അവിടുത്തെ അർജുൻ്റെ കുടുംബത്തിലുള്ളവർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരായി നമുക്ക് തോന്നും. ഇപ്പോഴും ഫോണിലൂടെയുള്ള ആ ബന്ധവും സംഭാഷണവും തുടരുന്നുണ്ട്. എപ്പോഴെങ്കിലും നല്ല വിശേഷങ്ങൾ ഉണ്ടായാൽ അർജുൻ്റെ സഹോദരി വിവാഹിതയാകുമ്പോൾ, ഇളയ സഹോദരി വിവാഹിതയാകുമ്പോഴൊക്കെ ക്ഷണിച്ചിരുന്നു. പോകാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പോലും അവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അറിയുന്നുണ്ട്. നമ്മുടെ അമ്മയായി, നമ്മുടെ സഹോദരിയായി, നമ്മുടെ അനുജനായി ഇപ്പോഴും അർജുൻ്റെ കുടുംബം തുടരുന്നുണ്ട്. പക്ഷേ അർജുൻ മാത്രം നമുക്കൊപ്പം. എന്ത് ചെയ്യാൻ സാധിക്കും അല്ലേ? 2 വർഷം മിന്നൽ വേഗത്തിലാണ് പോയത്. അർജുൻ്റെ സഹോദരി പറയുന്നത് പോലെ ഒരു തീവണ്ടി യാത്ര പോലെ മിന്നൽ വേഗത്തിൽ പോയി ഈ 2 വർഷം എന്നാണ് അർജുൻ്റെ സഹോദരി പറയുന്നത്.